ഹായ് ഓൾ, നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രം കാണാം. ചിത്രത്തിൽ ഇതാ ഒരാള് ഒരു വെയിറ്റ് തലയിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഇയാൾ വർക്ക് ചെയ്യുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ ആൻസർ? നിങ്ങളുടെ ആൻസർ എന്ത് തന്നെ ആയാലും ഇതിന്റെ ആൻസർ എന്താണെന്നറിയോ? നോ ആണ്. അദ്ദേഹം വർക്ക് ചെയ്യുന്നില്ല. എങ്കിൽ ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇയാൾ ഈ വെയിറ്റ് തലയിൽ വെച്ച് മുന്നോട്ട് നടക്കുകയാണെങ്കിൽ അയാൾ വർക്ക് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കും യെസ് എന്ന്, പക്ഷെ എന്റെ ആൻസർ വീണ്ടും നോ എന്നാണ്. എന്താണ് കാര്യം എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അങ്ങനെയാണെങ്കിൽ മക്കളെ, എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റിന് മുകളിൽ വർക്ക് ചെയ്തു എന്ന് പറയുന്നത്? വർക്ക് ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റിന് നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കണം. നമ്മൾ അതിന്റെ മുകളിൽ ഒരു ബലം കൊടുത്താൽ മാത്രമാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങി എന്ന് പറയും. ഈ വർക്ക് ചെയ്യണമെങ്കിൽ ഫോഴ്സ് മാത്രം മതിയോ? പോരാ. നിങ്ങൾ ചെയ്ത ഫോഴ്സിനനുസരിച്ച് ആ ഒബ്ജക്റ്റിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകണം. നിങ്ങൾ ഒരു വലിയ ഒബ്ജക്റ്റിനെ തള്ളുന്നുണ്ട്, ആ ഒബ്ജക്റ്റ് നീങ്ങിയാൽ മാത്രമാണ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്തു എന്ന കാര്യം പറയുന്നത്. വർക്ക് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: വർക്ക് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസിന് കാര്യം ഓക്കെയാണ്. ആദ്യത്തെ കേസിൽ ഫോഴ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, മൂവ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് വർക്ക് ഇല്ലാതെയായത്. എന്നാൽ സെക്കൻഡ് കേസിൽ ഇയാള് നീങ്ങുന്നുണ്ടല്ലോ, പക്ഷേ ഫോഴ്സ് ഉണ്ടല്ലോ, താഴേക്ക് വെയിറ്റ് താഴേക്ക് ഉണ്ടല്ലോ, ഡിസ്പ്ലേസ് ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് വർക്ക് സീറോ ആയി? ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. വർക്ക് സീറോ ആകാൻ 3 കണ്ടീഷൻസ് പോസിബിൾ ആണ്. ഒന്ന്, ഫോഴ്സ് ഈക്വൽ ടു 0 ആകാം. രണ്ടാമത്, ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ 0 ആകാം. മൂന്നാമത്തെ കണ്ടീഷൻ, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആകാം. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ആകുന്ന ആംഗിൾ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയാലും അവിടുത്തെ വർക്ക് എത്രയാണ്? 0 ആണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നമുക്ക് വർക്കിനെ 3 ആയി ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക് ആൻഡ് 0 വർക്ക് എന്ന് പറയാം. നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് കൊടുത്തത് അതേ ഡയറക്ഷൻ ഡിസ്പ്ലേസ്മെന്റ് ആയാൽ വർക്ക് പോസിറ്റീവ് ആണ്. നമ്മളൊരു ഒബ്ജക്റ്റിനെ തള്ളി അതേ ഭാഗത്തേക്ക് ഒബ്ജക്ട് നീങ്ങി, വർക്ക് എന്താണ്? പോസിറ്റീവ് ആണ്. എന്നാൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന ഈ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ, വെൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അവിടുത്തെ വർക്കാണ് നെഗറ്റീവ്. ഞാനതിനെ അങ്ങോട്ട് തള്ളി നീക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഒബ്ജക്ട് നീക്കുന്നത് ഇങ്ങോട്ടാണ്, വർക്ക് എന്താണ്? നെഗറ്റീവ് ആണ്. പക്ഷേ ഫോഴ്സ് ഞാൻ ഇങ്ങോട്ട് കൊടുത്തു, ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് താഴേക്കാണ്, അല്ലെങ്കിൽ ഫോഴ്സ് താഴേക്കാണ്, ഡിസ്പ്ലേസ്മെന്റ് നേരെ മുന്നിലേക്കാണ്. ഈ ആംഗിൾ 90 ഡിഗ്രി ആയാലും നമ്മൾ അടുത്ത വർക്ക് എന്ത് പറയണം? വർക്ക് 0 ആണെന്ന് പറയണം. മക്കളെ, നമ്മൾ കുറച്ച് വലിയ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ വർക്കിന്റെ ഇക്വേഷൻ വർക്ക് W is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു കോസ് തീറ്റ എന്ന് കാണും. ഇവിടെ കാണുന്ന തീറ്റയാണ് ഫോഴ്സും ഡിസ്പ്ലേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ. സോ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സൈലത്തിന്റെ പ്രീമിയം എൻട്രൻസ് കോച്ചിങ് ബാച്ചുകളായിട്ടുള്ള ഫാൽക്കൺ ബാച്ചിൽ പഠിക്കാനുണ്ട്. സോ നിങ്ങളുടെ എൻട്രൻസ് പ്രിപ്പറേഷൻ അടിപൊളിയാക്കാൻ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക സൈലത്തിന്റെ ഫാൽക്കൺ ബാച്ചിൽ.